ബോട്ട് രൂപകൽപ്പന ചെയ്യുന്നതിലെ കൃത്യത, നിർമ്മാണത്തിലെ കണിശത, മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലെ നിഷ്ഠ. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു ജന്മം മുഴുവൻ നെഞ്ചുപിടയുന്ന ഓർമ്മകൾ ഉറ്റവർക്കും ഉടയവർക്കും നൽകി 22 ജീവനുകൾ കവർന്ന താനൂർ തൂവൽ തീരത്തെ ബോട്ടപകടം നടന്നിട്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥ നാസ്തയുടെയും പണക്കൊതിയന്മാരുടെ ഇരകളായും പൊടിക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ജീവനുകളെ മരണത്തിന്റെ തണുപ്പിലേക്ക് മുക്കിക്കൊന്നിട്ട് ഒരാണ്ട്. കാടടച്ചുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടും കുറ്റവാളികളായവർ നിയമത്തെ വെല്ലുവിളിച്ച് വിലസുമ്പോൾ വിട്ടുമാറാത്ത നടുക്കവും അടങ്ങാത്ത നൊമ്പരവുമായി കഴിയുകയാണ് രക്തബന്ധങ്ങൾ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. 100% പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ലോൺ. അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ. 22 ജീവനുകൾ പൊലിഞ്ഞതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല താനൂർ തൂവൽ തീരത്തെ മൺതരികൾക്ക് പോലും. അധികൃതരുടെ ഒത്താശയോടെ കാശെറിഞ്ഞ് മീൻപിടുത്ത തോണി ബോട്ടാക്കി മാറ്റി ഉല്ലാസയാത്ര നടത്തി പിഞ്ചു കുഞ്ഞുങ്ങളുൾപ്പെടെ 22 ജീവനുകളെ പൂരപ്പുഴയുടെ ആഴങ്ങളിൽ മുക്കിക്കൊന്നിട്ട് ഒരാണ്ട് പിന്നിട്ടിരിക്കുന്നു. കളിച്ചിരികളുമായി ബോട്ടിൽ കയറിപ്പോയ ഉറ്റവർ മരണത്തിന്റെ തണുപ്പിലേക്ക് ആണ്ടുപോയെന്ന് വിശ്വസിക്കാനാവാതെ ജീവിക്കുന്ന ജീവിതങ്ങൾ മാത്രം കരയിൽ ബാക്കിയുണ്ട്. അപകടം നടന്നിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ കുറ്റവാളികളായവർ നിയമത്തെ വെല്ലുവിളിച്ച് നടക്കുകയാണ്. കേസിന്റെ വിചാരണ ഇനിയും തുടങ്ങിയിട്ടില്ല. ബോട്ടുടമ നാസറും ബോട്ട് ഓടിച്ചിരുന്ന ദിനേശനും ജാമ്യത്തിലിറങ്ങി. കാശു മോഹിച്ചു മാത്രം നിയമലംഘനത്തിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരും സസ്പെൻഷനു ശേഷം തിരിച്ച ജോലിയിൽ കയറി. കാരണക്കാരായവരെല്ലാം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരിക്കലും തിരിച്ചു വരാത്തവരെ ഓർത്ത നീറുകയാണ് രക്തബന്ധങ്ങൾ. പരപ്പനങ്ങാടി പുത്തൻ കടപ്പുറത്തെ കുന്നുമ്മൽ വീട്ടിൽ 11 പേരെയാണ് ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത്. 4 പേർ മാത്രം ബാക്കിയായി. പരിക്കേറ്റ 2 കുഞ്ഞുങ്ങൾ ഇപ്പോഴും ദുരന്തത്തിന്റെ അവശതകൾ അനുഭവിക്കുകയാണ്. 9 വയസ്സുകാരി ജംന പൂർണ്ണമായും തളർന്നു. കളിയും ചിരിയുമായി കൊഞ്ചി നടന്നിരുന്ന 3 വയസ്സുകാരി ആയിഷ മെഹറിന് ഇപ്പോൾ സംസാരശേഷിയില്ല. മരിച്ചവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കിട്ടാത്തവർ ഇനിയുമുണ്ട്. ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ മാത്രമാണ് സഹായം ലഭിച്ചത്. പരിക്കേറ്റവർക്ക് ചികിത്സയ്ക്കായി മാസം 10,000 രൂപയോളം ചിലവുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും തുടർന്നുള്ള സഹായമൊന്നും ലഭിച്ചിട്ടില്ല. പെരിന്തൽമണ്ണ ശാന്തൻപാറയിലുമുണ്ട് കളിചിരികൾ ഉറങ്ങിയ ഒരു വീട്. തൂവൽ തീരത്തെ ആഴങ്ങൾ കവർന്ന 7 വയസ്സുകാരൻ അഫ്ലഹിന്റെയും അൻഷിദിന്റെയും വീട്. കരഞ്ഞു കണ്ണീർ വറ്റിയ മാതാപിതാക്കളുണ്ടിവിടെ. ആരുടെയൊക്കെയോ സ്വാർത്ഥ താൽപര്യങ്ങൾക്കൊടുവിൽ നൊന്തു പ്രസവിച്ച മക്കളെയും ജീവിതത്തിന്റെ പ്രതീക്ഷകളെയും നഷ്ടപ്പെട്ടവർ. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട രക്തബന്ധങ്ങളുടെ വിങ്ങലാണ് കണ്ടു നിൽക്കാനാവാത്തത്. കാരണക്കാർക്ക് നഷ്ടപ്പെട്ടത് വെറും കുറച്ചു ദിവസങ്ങൾ, കുറച്ചു കാശ്. കണക്കും മനക്കണക്കും അളവും ആഴവും ചേർന്നുള്ള ഒഴുക്കാണ് ജലയാനങ്ങളുടെ സുരക്ഷ. ബോട്ട് രൂപകൽപ്പന ചെയ്യുന്നതിലെ കൃത്യത, നിർമ്മാണത്തിലെ കണിശത, മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലെ നിഷ്ഠ എന്നിവയെല്ലാം ചേർന്നാലേ ബോട്ടുകൾ തീരം തൊടുകയുള്ളൂ. ഇവിടെ പിഴച്ചതും മനഃപൂർവ്വം തിരുത്തി കുറിച്ചതും ഈ കണക്കുകളുടെ സന്തുലനമാണ്. നിയമത്തെ വെല്ലുവിളിക്കാൻ പഠിച്ചവർ, പഴുതുണ്ടാക്കാൻ ശീലിച്ചവർ, കൂട്ടുചേർന്നപ്പോൾ നഷ്ടപ്പെട്ടത് പൊടിക്കുഞ്ഞുങ്ങളടക്കമുള്ള മനുഷ്യരുടെ ജീവനും ജീവിതവുമായിരുന്നു. അന്വേഷണം ദ്രുതഗതിയിൽ. ബോട്ടുടമയും അധികൃതരുമടക്കം 12 പേരുടെ അറസ്റ്റ്. ജസ്റ്റിസ് VK മോഹനൻ അധ്യക്ഷനായി ജുഡീഷ്യൽ കമ്മീഷനും വന്നു. കമ്മീഷൻ 2 തവണ സിറ്റിംഗ് നടത്തി. കാര്യങ്ങൾ പക്ഷേ അവിടെ തീർന്നു. ഉല്ലാസ ബോട്ട് സവാരികൾ നടത്തുന്ന ഇടങ്ങളിലെല്ലാം കർശന സുരക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും ജലരേഖയായി. താനൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിച്ച് സമർപ്പിച്ച കുറ്റപത്രവും ഇപ്പോൾ വിസ്മൃതിയിലാണ്. വിചാരണ ആരംഭിച്ചിട്ടില്ല. തൂവൽ തീരത്തെ കണ്ണീരോർമ്മ ഒരാണ്ട് പിന്നിടുമ്പോൾ ഖേദപ്രകടനങ്ങൾക്കും കണ്ണിൽ പൊടിയിട്ടുള്ള നിയമ നടപടികൾക്കും അപ്പുറത്തേക്ക് കാര്യമായൊന്നും നടന്നിട്ടില്ല എന്നത് വാസ്തവമാണ്. അമ്മിഞ്ഞപ്പാൽ മണം വിട്ടുമാറാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ആഴത്തിൽ മുക്കിക്കൊന്നവർ ഇത്തിരി ഖേദം പോലുമില്ലാതെ വിലസുമ്പോൾ കരയാൻ മാത്രം അറിയാവുന്ന സാധിക്കുന്ന ജീവിതങ്ങൾ കരയിൽ ബാക്കിയാവുകയാണ്. ഒരു ഉല്ലാസയാത്ര ജീവിതത്തിന്റെ എല്ലാ ഉല്ലാസവും കെടുത്തിക്കളഞ്ഞവർ. ആഘോഷങ്ങളെ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം. അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ. ഈ ഓഫർ മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സ്കൈ ഗോൾഡ്
സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.